എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പെർഫെക്റ്റ് ഫ്രൂട്ട്സ് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാനായി സാധിക്കും. അതിനുവേണ്ടി എന്തെല്ലാം വേണമെന്ന് നോക്കാം. ബേക്കേഴ്സിൻ്റെ കസ്റ്റാർഡ് പൗഡർ വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് പൈനാപ്പിൾ ഫ്ലേവറാണ്. പലതരത്തിലുള്ള ഫ്ലേവർ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. എങ്കിലും 3 ഫ്രൂട്ട്സ് എങ്കിലും നമ്മൾ എടുക്കേണ്ടതാണ്. ഞാൻ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഞാൻ ആദ്യം പൈനാപ്പിളാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ഞാൻ മുന്നേ ഇട്ടിരുന്നു. പൈനാപ്പിളിൻ്റെ ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ തൊലിയുടെ ഔഷധ ഗുണങ്ങളും ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ കാണാത്തവർ ദയവായി കാണണം, അതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് മുന്തിരിയാണ്. ആ മുന്തിരി ഞാൻ നന്നായി കഴുകി കറക്റ്റാക്കി വെച്ചതാണ്. മുന്തിരിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. കുറേ നേരം നമ്മൾ ഉപ്പുവെള്ളത്തിൽ വിനാഗിരിയിലൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ. അടുത്തത് ഞാൻ കറുത്ത മുന്തിരിയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ പച്ചമുന്തിരി ഞാൻ വലുതായതുകൊണ്ട് കട്ട് ചെയ്യും. കറുത്ത മുന്തിരി ചെറുതാണ്, അതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കറുത്ത മുന്തിരി അതുപോലെ കഴുകി ക്ലിയറാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ആപ്പിളാണ്. ആപ്പിൾ ഞാൻ ആ സമയത്ത് കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഏതെങ്കിലും ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതിപ്പോൾ പഴം, പപ്പായ, മാതളം, മാമ്പഴം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഓപ്ഷനിലുള്ളൊരു കാര്യം പറയാം. ഞാൻ ബദാം ഒരു 10 എണ്ണം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. ബദാം കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ബദാം ആഡ് ചെയ്യണത്. ഇനി പഞ്ചസാര ഇതിലേക്ക് ആവശ്യമുണ്ട്. അതായത് മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ആഡ് ചെയ്യാനായിട്ട്. എങ്കിലും ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമുക്ക് പാലിൻ്റെ ആവശ്യമുണ്ട്. പാലാണ് മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ ഈ പാല് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ ഞാൻ ഒരു കപ്പ് പാലും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 250 ml കപ്പിൽ 3 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി പാലൊക്കെ തിളപ്പിച്ചിട്ട് വേണം ഈ കസ്റ്റാർഡ് മിക്സൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് തിളപ്പിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ ഈ കസ്റ്റാർഡ് മിക്സ് ഒന്ന് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് മിക്സാണ് ഞാനിതിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണത്. ഇത് കട്ടിയൊന്നും വരാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നിങ്ങളുടെ അടുത്ത് ഈ കസ്റ്റാർഡ് മിക്സ് ഇല്ലയെന്ന് വയ്ക്കുക, വിഷമിക്കേണ്ട. നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോറും ഏതെങ്കിലും എസൻസും ഇതിൻ്റെ കൂടെ ഈ സമയത്ത് ആഡ് ചെയ്താൽ മതി. അതായത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് 1 വാനില എസൻസ് അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കട്ടിയൊന്നുമില്ലാതെ ഉടച്ചെടുക്കാം. നമ്മളിപ്പോൾ കസ്റ്റാർഡ് പൗഡർ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് പാല് വെച്ച് ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പാല് വെച്ച് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാലങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര അലിഞ്ഞ് കറക്റ്റായതിന് ശേഷം വേണം നമുക്ക് ആ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കറക്റ്റായി പാൽ നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതുണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഈ എടുക്കുന്ന സമയത്തും അത് അടിയിൽ ഊറിയിട്ടുണ്ടാവും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. മിക്സ് ചെയ്ത കസ്റ്റാർഡ് പൗഡറായിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടി പിടിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, കട്ടയാവരുത്. പെട്ടെന്ന് കട്ടയാവുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് കട്ടയാവാതെ നോക്കും വേണം, അടി പിടിക്കുവരുത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിക്കണം.
ഇത് ഒത്തിരി കട്ടയായിട്ട് ഓഫ് ചെയ്യാൻ പാടില്ല. സ്വല്പം ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടാറുന്ന സമയത്ത് ഇത് കട്ടയാവും. അതുകൊണ്ട് നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്ത് തിളച്ച് കറക്റ്റായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ചൂടാറുമ്പോൾ ഇത് കുറച്ചും കൂടെ തിക്കായി മാറും. ഞാനിനി ഓപ്ഷനിലുള്ള ഒരു കാര്യം പറയാം. ഞാനിതിലേക്ക് ബദാം മിൽക്കിൻ്റെ എസൻസ് 2-3 തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണിത്. ആ ബദാം മിൽക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും മണമാണ്. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യണത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാനിതിൽ ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പ്രശ്നമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഇല്ല, നിങ്ങൾ കോൺഫ്ലോറും എസൻസും വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കളർ കിട്ടാനായിട്ട് ഈ ബദാം മിൽക്ക് ആഡ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സ്വല്പം ഫുഡ് കളർ ചേർത്താലും ഈ കളർ കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഭംഗിക്ക് വേണ്ടി ചേർക്കണമെങ്കിൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കളറില്ലെങ്കിലും പെർഫെക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളറോ അല്ലെങ്കിൽ ബദാം മിൽക്കോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് കളർ കിട്ടുന്നതായിരിക്കും. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഫ്രിഡ്ജിൽ എത്ര നേരം വയ്ക്കണോ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് 5 മിനിറ്റ് തണുപ്പിച്ചെടുത്തിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ എടുത്ത് റെഡിയാക്കാം. 2 തരം മുന്തിരി, ആപ്പിള്, പൈനാപ്പിള് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതിലും കൂടുതൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ എടുക്കാം. മിനിമം 3 ഫ്രൂട്ട്സേ നമ്മൾ എടുക്കേണ്ടതാണെങ്കിലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബദാമും കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നെങ്കിൽ പഞ്ചസാര സിറപ്പ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തേൻ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ 5 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ തേനാണ് ആഡ് ചെയ്യണത്. 2 സ്പൂൺ തേൻ ആഡ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. തേൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നും വേണ്ട. ഇത് രണ്ടും കൂടെ ഞാൻ 5 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. 5 മിനിറ്റിന് ശേഷം ഞാൻ കസ്റ്റാർഡ് മിൽക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് ആവശ്യാനുസരണം ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് സെറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇതിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആവശ്യാനുസരണം ഓരോ ബൗളിലേക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് അതിന് ശേഷം കസ്റ്റാർഡ് മിൽക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് അതിൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ മേലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും മാതളമൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യപ്രകാരം ഇതിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.